ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എയർ ഫ്രയർ ഉപയോഗിച്ചുള്ളൊരു ചിക്കൻ ഫ്രൈയും ചിപ്സ് ഫ്രൈയും കൂടെയാണ്. ഞങ്ങൾ സാധാരണ ഡിന്നറിന് കഴിക്കാനുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അതിന് മാരിനേഷന് വേണ്ടിയുള്ള സാധനങ്ങൾ എടുക്കുകയാണ്. 3 ചെറിയുള്ളി, 4 ഗാർലിക് പീസ്, ഒരു മീഡിയം സൈസ് ഇഞ്ചി, പിന്നെ 4 പച്ചമുളക്. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ ചില്ലി പൗഡർ എടുക്കും, ഒരു 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, വീട്ടിൽ പൊടിച്ച ഒരു 3/4 ടീസ്പൂണ് ഗരം മസാല, പിന്നെ ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്. ഞാനൊരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാറുണ്ട്, വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. മിക്സിയിൽ അരച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ ചിക്കനിൽ ഉപ്പ് പുരട്ടിയാണ് വെച്ചിരുന്നത്. പിന്നെ അതിലോട്ട് മാരിനേഷനോട് പുരട്ടി ഞാനത് ഫ്രിഡ്ജിൽ ഒരു 30 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിഞ്ചയുടെ എയർ ഫ്രയറാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് നമുക്കിത് എത്ര മിനിറ്റ് വെക്കണം ഓരോന്നും ചെയ്യാം. ഓരോ ഓപ്ഷനും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഈസിയാണ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. 2 ഡ്രോയറാണ് മെയിനായിട്ടുള്ളത്. നമ്മൾ ആദ്യമായിട്ട് ചിക്കൻ ഇതിലോട്ട് എടുത്ത് വെക്കുകയാണ്. ഒരു 5 പീസ് വരെയൊക്കെ നമുക്ക് ഒരു ട്രേയിൽ വെക്കാൻ പറ്റും. ഞാൻ ആദ്യം ഒരു 12 മിനിറ്റ് ഇത് വെച്ചിട്ട് പിന്നെ ഇത് തിരിച്ചിട്ടിട്ട് വീണ്ടും അടുത്ത 12 മിനിറ്റ് വയ്ക്കും. ചിക്കൻ മൊത്തം ചെയ്യാൻ വേണ്ടി ഞാൻ 24 മിനിറ്റാണ് എടുക്കുക. ഇത് ട്രേ 1 ട്രേ 2 നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ 12 മിനിറ്റ് ഞാൻ വെക്കുകയാണ്. ഓരോ ട്രേയും നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിന് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കൊടുക്കണം. ടെമ്പറേച്ചറും മിനിറ്റും. ഇത് എന്തുമാത്രം ഫ്രൈ ആക്കണമെന്ന് അനുസരിച്ച് വേണം നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. ചിലർക്ക് ഒരുപാട് ഫ്രൈ ആവുന്ന ഇഷ്ടം, ചിലർക്ക് ചെറിയ ജ്യൂസി ആയിട്ടിരിക്കണം. പക്ഷേ ഇത് എത്ര ഫ്രൈ ആയാലും കുറച്ച് ജ്യൂസി ആയിട്ടായിരിക്കണം. മറ്റേ ഓവന് വെക്കുന്നത് പോലെയല്ല, നമുക്ക് നല്ല ജ്യൂസി ആയിട്ട് തന്നെ ചിക്കൻ കിട്ടും. അപ്പോൾ ആദ്യത്തെ 12 മിനിറ്റായി ഞാൻ തിരിച്ചിടുകയാണ്. കൈവച്ച് എടുക്കുന്ന നല്ല ചൂടാണ്. ഞാനിത് എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. പ്ലക്കർ വെച്ച് വേണം എടുക്കാൻ തിരിച്ചിടാൻ വേണ്ടി. തിരിച്ചു വെച്ച് അടുത്ത ട്രൈ എടുത്തു, അതുപോലെ തന്നെ എല്ലാം തിരിച്ചു വെച്ചു. പിന്നെ നമ്മൾ അടുത്ത 12 മിനിറ്റ് ഇത് രണ്ട് സെറ്റ് ചെയ്യും. അപ്പോൾ ഇത് ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്കിവിടെ. നമുക്കിനി ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഫ്രൈസ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതും അത് തന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടി മാക്സിമം ക്രിസ്പ് ആക്കാൻ വേണ്ടി എത്ര ടെമ്പറേച്ചർ ആണെന്ന് ആ ഇതിൽ തന്നെ എയർ ഫ്രയറിലാണ് എഴുതി വെച്ചിരുന്നത്. അപ്പോൾ നമ്മളത് ഇൻസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്കത് ഫോളോ ചെയ്താൽ മതി. ഫ്രൈസൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും. മാക്സിമം ക്രിസ്പ്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഓപ്ഷൻ 1 എടുത്തിട്ട് മാക്സിമം ക്രിസ്പ് കേൾക്കുക, പിന്നെ അതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക. ഭയങ്കര നല്ലൊരു എയർ ഫ്രയറാണിത്. ഞാൻ എൻ്റെ ബേസിക് വേർഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഇത് മേടിച്ചത്. ആക്ച്വലി ഇത് ഭയങ്കര രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് യൂസ് ചെയ്യുന്നതിൽ. ഇവിടെ ഫ്രൈസ് ഞങ്ങൾക്ക് ഇത്ര മൊരിഞ്ഞ് വരുന്നതാണ് ഇഷ്ടം. ഞങ്ങൾക്ക് ചിക്കനും ഫ്രൈയും എല്ലാം ഇതുപോലെ മൊരിഞ്ഞ് വരുന്നതാണ് ഇഷ്ടം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.